ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവിടെ വന്നിട്ട് കുറച്ചേറെ ഈ പേര് പഠിക്കുകയായിരുന്നു, ഇന്നിവിടെ പറയണ്ടേ. അതേമാതിരി തന്നെ അവരുടെ ഈ മാറ്റോ ഇതെല്ലാം കൺഫ്യൂഷനുള്ള പേരുകളാണ്. ഏതായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതുമുഖങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ നിർമ്മിച്ച സിനിമകളിലും ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അധികവും വലിയ സ്റ്റാർസിനെ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ട്, എറിക്. അതും ഒരുപാട് വലിയ സ്റ്റാർസ്, പക്ഷേ ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ഒരു തലൈ രാഗം എന്ന് പറയുന്ന തമിഴ് സിനിമ എല്ലാം പുതുമുഖങ്ങളായിരുന്നു. തമിഴ് സിനിമയാണ്. ആ കാലഘട്ടത്തിൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ആ സിനിമ, ആ പ്രൊഡ്യൂസർ, ആ ഡയറക്ടർ, അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങളെ വെച്ച് ആ സിനിമ എടുത്തു. ആ സിനിമ ബിസിനസ് ചെയ്യാൻ ഒരുപാട് പാടുപെട്ടു. 100 പ്രൊജക്ഷൻ ഇട്ട് വരും ആ സിനിമ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, കാണും, തിരിച്ചു പോകും. ഒരുപാട് കുറ്റം പറയും, അത് പറയും, ഇത് പറയും, ആർട്ടിസ്റ്റ് ഇല്ല, അതില്ല, ഡിബേറ്റ് ഇല്ല, ഫൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോകും. അവസാനം ആ പ്രൊഡ്യൂസർ തിരിച്ചു പോയി. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പുള്ളി തന്നെ 7 പ്രിൻ്റ് എടുത്ത് പണം റിലീസ് ചെയ്ത് 365 ദിവസം കഴിഞ്ഞിട്ടാണ് അത് തിയേറ്ററിൽ നിന്ന് ആ സിനിമ എടുത്തത്. അത്രയ്ക്ക് വലിയ ഹിറ്റായി മാറി. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് മുന്നിലിരുന്ന പൂക്കൾ. അതിൽ ഞാൻ മലയാളത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. മോഹൻലാൽ, പിന്നെ അതുപോലെ പൂർണിമ ജയറാം, ഫാസിൽ, ജെറി അമൽദേവ്, ഇവിടെയൊക്കെ ഫസ്റ്റ് ഫിലിമാണ്. ആ പടം ഇതുപോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അപ്പോൾ നല്ല കഥ, അതുപോലെ തന്നെ നല്ല മ്യൂസിക്, 3 പാട്ടുണ്ടെന്ന് പറഞ്ഞു, നല്ല മ്യൂസിക്, ഹ്യൂമർ എല്ലാം ഉള്ളൊരു സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവാം. നല്ലൊരു കഥയും വേണം. പിന്നെ ഇന്നത്തെ കാലത്ത് സിനിമ ഇറക്കിയാൽ നല്ല പ്രൊമോഷൻ വേണം. ആ പ്രൊമോഷനും കൂടി ഉണ്ടെങ്കിൽ വിജയിക്കാം. സിനിമ, നല്ല സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. അതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സിനിമക്കാർ ഈ വർഷമെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നാണല്ലോ ഓരോ വർഷവും വരുമ്പോൾ പ്ലാൻ ചെയ്യാറ്. ഹരിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ സിനിമ ഈ വർഷം ആദ്യം തന്നെ തുടങ്ങാണ്. അപ്പം അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് 1-ാം തീയതി തന്നെ അതിനൊരു ടൈറ്റിൽ ലോഞ്ച് വെച്ചതിന് ഹരിയെയും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കാം. ഇപ്പം നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷം, മറ്റൊരു സന്തോഷം, നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ശങ്കർ സാറിനെയും നമ്മളൊക്കെ ഏറെ ആരാധിച്ചിരുന്ന മാമുക്കോയ സാറിൻ്റെ മകൻ നിസാർ മാമുക്കോയൊക്കെ ഈ 1-ാം തീയതി ഈ ചടങ്ങിൽ കാണാൻ സാധിച്ചതിൻ്റെ ഐശ്വര്യം നമുക്ക് ഈ വർഷവും വരും വർഷങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലാ ക്ലീ ക്ലീ നസ്രിയ റിഞ്ഞോക്കി എന്ന ഈ ചിത്രത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിന് വേണ്ടിയിട്ട് എല്ലാവരും ഇന്നിവിടെ വന്നതിൽ. പ്രത്യേകിച്ച് നമ്മുടെ ശങ്കർ സാറ്, സോമൻ ചേട്ടൻ, നിസാർക്ക് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. മീഡിയ പാർട്ട്നേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. നമുക്ക് 1-ാം തീയതി ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ പുതിയ സിനിമ അതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ. പിന്നെ നമ്മളുടെ സെക്കൻഡ് വെഞ്ചറാണ്. ആദ്യം നമ്മളൊരു OTTക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തിരുന്നു. എൻ്റെ കൂടെ ഒരുമിച്ച് സപ്പോർട്ടായിട്ട് ഇടവും വരവും നിന്നിട്ട് എനിക്ക് 2 കോ പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കൂടെ ഉണ്ട്, സപ്പോർട്ട് ചെയ്തിട്ട് ഈ പടം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഈ സിനിമ നമ്മളൊരു മെയ് പകുതിയോട് കൂടിയിട്ട് റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ജനുവരി നമ്മളിപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും പകുതിയോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വന്നതിൽ. ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഈ ഒരു ഫിലിം, ഈ ഒരു സിനിമയുടെ ഒരു ഭാഗം ഞാൻ എങ്ങനെ ആയി തീർന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവത്തിൽ കൂടെയാണ് ഇതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞത്. ഹരിസാറും മകനും കൂടി ഒരു അപ്രതീക്ഷിത ഒരു ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വന്ന
ഒരു ആശയത്തിൽ കൂടെ വന്നൊരു പ്രൊജക്റ്റാണിത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ശങ്കർ സാറിനൊന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ. വളരെ ചെറുപ്പം മുതൽ നമ്മളൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ സോൺ സാറ്, മാമുക്കോയ സാറിൻ്റെ മകൻ, അപ്പം എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി വരുന്ന പ്രൊമോഷൻസ് പരമാവധി ഷെയർ ചെയ്ത് ഇതിനെ നല്ലൊരു വിജയമാക്കി തീർക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ 1-ാം തീയതി അപേക്ഷിക്കുകയാണ്. പ്രൊഡ്യൂസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എഫക്റ്റ് എടുത്തിട്ട് എല്ലാ കാര്യവും ഒരു നൂലിൻ്റെ പഴുത് പോലും ഇല്ലാതെ എല്ലാതും വളരെ ഭംഗിയാക്കി ഇവിടെ വരെ എത്തിച്ച് ഇവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വരെ ചാർട്ട് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെ മുന്നോട്ട് പോകണം, എന്തെല്ലാം തരണം ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം തന്നെ ക്ലിയർ ആക്കി വെച്ചിരുന്ന ഒരു ബ്രില്യൻ്റ് ആളാണ് നമ്മുടെ ഗവർണർ ചേട്ടൻ. ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. കാര്യം പറഞ്ഞതാണ്. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ന്യൂ ഇയർ നിർത്തുന്നു. നന്ദി, നമസ്കാരം.